ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചത് നയന അവളുടെ വീട്ടിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നതും അത് കേട്ട് ഗോവിന്ദൻ നെഞ്ചുവേദന വന്ന് കിടഞ്ഞ് താഴെ വീഴുന്നതുമൊക്കെയായിരുന്നു. പക്ഷേ ഇതൊക്കെ നയന ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ്, ഒന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. അതുകൊണ്ട് തന്നെ എല്ലാം വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് പോയാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നയനക്ക് വീട്ടിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നയനയുടെ അടുത്തേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശിൻ്റെ പെരുമാറ്റം മോളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലേ? അന്നേരം നയന പറയുന്നുണ്ട്, ഒരു കാര്യവുമില്ലാതെയാണ് ആദർശേട്ടൻ എന്നോട് പിണങ്ങി നടക്കുന്നത്. എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ പോകേണ്ടതാണ്. പിന്നെ അങ്ങോട്ട് കയറി ചെന്നാൽ എൻ്റെ അച്ഛന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അഭിയേട്ടൻ അഭിയേച്ചിയെ സ്നേഹിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ. ആ സമയത്ത് ഞാനും ആദർശേട്ടനും തമ്മിൽ പിരിയുമെന്ന രീതിയിൽ വന്നാൽ പിരിയുന്നത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. അതുമാത്രമല്ല, അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ സന്തോഷവും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അമ്മ ആദർശേട്ടനോട് പിണങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നത്? ഇതൊക്കെ കേട്ട് ദേവയാനിക്ക് ആകെ വിഷമമുണ്ട്. മോളെ, എനിക്ക് അതേപ്പറ്റി ആദർശനോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയില്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ സംസാരിക്കുകയൊന്നും വേണ്ട. പക്ഷേ മുറിക്കകത്ത് വീർപ്പ് മുട്ടി കഴിയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. എന്നിട്ട് ദേവയാനി നയനയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ എങ്ങും തൊടാത്ത മാതിരി അവനോട് സംസാരിച്ച് നോക്കാം മോളെ. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പിണങ്ങിയത് മാത്രമല്ല അമ്മയെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ഛനും ഒന്നും എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നേരത്തെ ആദർശേട്ടനും അമ്മയും ഒക്കെ എന്നെ വെറുത്തിരുന്ന സമയത്ത് അവരൊക്കെ എനിക്കൊപ്പം നിന്നവരായിരുന്നു. ഇപ്പോൾ പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു മറുപടി പോലും കിട്ടുന്നില്ല. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, അവൻ താഴെയുണ്ട്, ഞാനൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ദേവയാനിക്കും കരച്ചിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോനെയും വേണം, അതുപോലെ തന്നെ എൻ്റെ മരുമകളെയും വേണം. അതിനുവേണ്ടി അമ്മ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ദേവയാനി പറയുന്നുണ്ട്, അവൾക്ക് ബെസ്റ്റ് ഡിസൈനറിലുള്ള അവാർഡൊക്കെ കിട്ടിയതല്ലേ? അപ്പോൾ നീ വളരെ സന്തോഷിച്ചിരുന്നില്ലേ? എന്നെയും കൂടെ നീ അതിലേക്ക് തള്ളിവിട്ടിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ വിഷുവിന് ഏറ്റവും വിറ്റുപോയത് നയന കളക്ഷൻ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരി, അവളുടെ ഡിസൈൻ തന്നെയാണ് വിറ്റുപോയത്. അവൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയുള്ളപ്പോൾ അവളെ ജ്വല്ലറിയിൽ നിന്ന് നിനക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവളെൻ്റെ ഭാര്യ അല്ലെന്നിരിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ നല്ല ഓഫർ വരുമ്പോൾ അവൾ വേറെ കമ്പനിയിലേക്ക് പോകില്ലേ? ആ സമയത്ത് നമുക്ക് സെയിൽസ് അല്പം കുറഞ്ഞു പോയാലും മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അവൾ നിൻ്റെ ഭാര്യയല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ ഒഴിവാക്കിയാലും അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അത് പിന്നെ അവളെ കമ്പനിയിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഒക്കെ ഒഴിവാക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ നീ MD ആയിരിക്കുന്ന കമ്പനിയുടെ ബിസിനസ് കുറയുന്നത് എനിക്ക് വിഷമമാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയനും അച്ഛനും വരുന്നുണ്ട്. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു തർക്കം? അന്നേരം ആദർശ് പറയുന്നുണ്ട്, നയനയെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കരുത് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ പറയുന്നതിലും കാര്യമുണ്ടല്ലോ മോനെ. പിന്നെ അജയനും പറയുന്നുണ്ട്, നയന കളക്ഷൻ്റെ വിൽപ്പന കണ്ട് എൻ്റെ കണ്ണ് പോലും തള്ളിപ്പോയി. പെട്ടെന്ന് അവളെ വേറെ ഏതെങ്കിലും കമ്പനി റാഞ്ചിപ്പോയാൽ അവിടെ നമ്മൾ രണ്ടാമതായി പോകില്ലേ അജയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അന്നേരം അജയൻ പറയുന്നുണ്ട്, അതേപ്പറ്റിയൊക്കെ തീരുമാനിക്കേണ്ടത് കമ്പനി MD ആയ ആദർശാണ്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, എനിക്കെന്തോ അവളുമായിട്ട് ഇനി ഒത്തുപോകാൻ കഴിയില്ല. ആ ഒരവസ്ഥയിൽ അങ്ങനെ ഒരു ബന്ധം വേർപെടുത്തുന്നതല്ലേ നല്ലത് അച്ഛാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങളൊക്കെ ഇടപെടുന്നതിൽ ഒരു പരിധിയില്ലേ? അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അനിയും അനാമികയും തമ്മിലുള്ള വഴക്കിൽ ഇവിടെ നിങ്ങളൊക്കെ ഇടപെടുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അതിന് കാര്യമുണ്ട്, അവർക്ക് ഇവരുടെ അത്രയും പക്വതയില്ലല്ലോ. അല്ല, അതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദേവയാനി? അപ്പം ദേവയാനി പറയുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ബിസിനസ് കുറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ ആരും പരാതി പറയരുത് എന്നും പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട്. ദേവയാനി പോയതും ജയൻ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ അമ്മയെ ഇട്ടിങ്ങനെ വട്ടം കറക്കണോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ദേ അച്ഛാ, ഞാൻ സീരിയസ് ആണ് പറഞ്ഞത്.
നയന ചെയ്ത തെറ്റ് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. പിന്നെ ജയൻ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ അവസാനം ആ കൊച്ച് പിണങ്ങിപ്പോയാൽ പിന്നെ അവളെ കാണാതെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇത്തവണ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അത് കേട്ട് ജയനും അജയനും കുറച്ച് വിഷമമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ്. അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്ന് പിന്നെയും നയനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ദേവയാനിയോട് പറയുന്നുണ്ട്, നിൻ്റെ മരുമകൾ ഇവിടെ നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ അവരെ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ അവളിവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നും പറഞ്ഞിട്ട് ദേവയാനി പോകുന്നുണ്ട്. ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതെ പോവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കും ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനിക്ക് പ്രഷർ കൂടിയെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ജലജ. എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ അവർ തമ്മിലുള്ള പ്രശ്നം? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവർ ബന്ധം പിരിയാൻ പോവുകയാണ്. ഇത് കേട്ട് ജലജയുടെ മുഖത്ത് വലിയ സന്തോഷമാകുന്നുണ്ട്. ഇതൊക്കെ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജലജ എന്നിട്ട് ഇത് ജാനകിയോടും അനാമികയോടും അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അവർ തമ്മിൽ ബന്ധം പിരിയാൻ പോവുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ശരിക്കും ശരിയാണോ അപ്പച്ചി? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കള്ളം പറയില്ല മോളെ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഭി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നയന ബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞാൽ മൂത്തവളെയും പിന്നെ ഇവിടുന്ന് അടിച്ചറക്കണം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് പിന്നെ എന്നോട് പ്രത്യേകം പറയേണ്ടതുണ്ട് ജാനകി. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആരെന്ത് ചെയ്താലും ശരി ആ നയന ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവൾ അങ്ങനെ ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും പോവുകയില്ല മോളെ, കടിച്ചു തൂങ്ങുന്ന ടൈപ്പാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ നയനക്കെതിരെ. അതുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരെയും നമ്മൾ ചൂട് പിടിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ അവളെ ഒറ്റപ്പെടുത്തുകയും വേണം. മിണ്ടാനും പറയാനും ആളില്ലാതെ വരുമ്പോൾ അവൾ തന്നെ ഇവിടുന്ന് പോയിക്കൊള്ളും എന്നും പറഞ്ഞിട്ട് ജാനകി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയെയാണ്. നയന വളരെ വിഷമിച്ച് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നുണ്ട്. നീ എന്താ കരയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വിഷമമുണ്ട് നന്ദു പോയതിൽ. അതുമാത്രമല്ല എനിക്ക് ആദർശ് ഏട്ടനോട് ചില സത്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ പറയുന്ന സത്യമൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പോൾ നിന്നെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എൻ്റെ നിലപാടിനൊപ്പമാണ് ഈ വീട്ടിലുള്ള എല്ലാവരും. അന്നേരം നയനെ ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ബോധപൂർവ്വം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ബോധമില്ലാത്ത ടൈമിലായിരിക്കും നീ തെറ്റ് ചെയ്തത്. അതെന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് പറയാൻ എനിക്ക് സൗകര്യമില്ല. നീ ഈ മുറിയിലേക്ക് വരുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഭയങ്കര ബോൾഡായിട്ട് അഹങ്കാരത്തോടെ സംസാരിക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല. ആദർശേട്ടനെ ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെ സംസാരിച്ചോ? കാരണം നന്ദി കെട്ടവരെ എങ്ങനെ സംസാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് നന്ദി കേടാ ആദർശേട്ടനോട് കാണിച്ചത്? പിന്നെ കാണിക്കുന്നത് ആദർശ് അത് കേട്ട് നയനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.